ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഏപ്രൺ ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിടുക. നമുക്ക് മേലെ ഭാഗം 4.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. 4.5 ഇഞ്ച് എടുക്കാം. നമ്മളിവിടെ 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ 4.5 ഇഞ്ച്. ഇവിടെ നമുക്ക് വേണ്ടത് 6.5 ഇഞ്ചാണ്. ഇവിടെ നമുക്ക് വേണ്ടത് 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ എടുക്കുന്നത്. ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് നമ്മളിവിടെ ഷേപ്പായിട്ട് വരയ്ക്കണം. നെക്സ്റ്റ് നമുക്ക് ലെങ്ത് ആണ് എടുക്കേണ്ടത്. നമുക്ക് ലെങ്ത് വേണ്ടത് 30.5 ഇഞ്ചാണ്. നമുക്ക് ലെങ്ത് 30.5 ഇഞ്ച് എടുക്കാം. ഇവിടെ നിന്ന് ലെങ്ത് നമുക്ക് ഇവിടേക്ക് 30.5 ഇഞ്ച് നമുക്ക് എടുക്കാം. ഇതാണ് 30.5 ഇഞ്ച്. നമുക്കിവിടെ 30.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള വീതിയാണ് എടുക്കേണ്ടത്. ഇവിടെ നമുക്കിതിൻ്റെ വീതി വരുന്നത് 12 ഇഞ്ചാണ്. ഇവിടെ 12 ഇഞ്ച്. ഇവിടെ സൈഡ് മടക്കി അടിക്കാനുള്ളതും കൂടെ കൂട്ടി 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഈ പോയിന്റുകൾ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ ലെങ്ത് ഭാഗവും നമുക്ക് പോയിന്റ് തമ്മിൽ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന് ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ വെക്കാനായിട്ടൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ പീസിൽ നിന്നും ക്രോസ് പീസ് വെട്ടിയെടുക്കാം. നമുക്കിങ്ങനെ കുറച്ച് ക്രോസ് പീസ് വേണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഏപ്രണിനെ നമുക്ക് ബേക്ക് വശത്തേക്ക് കെട്ടാനുള്ള വള്ളിയാണ്. നമുക്കതിന് 21 ഇഞ്ച് നീളമാണ് വേണ്ടത്. 21 ഇഞ്ച് നീളം. ഒന്നര ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളവും. ഇങ്ങനെ ഒരു പീസാണ് വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനൊരു
പോക്കറ്റ് വേണം. പോക്കറ്റിനുള്ള പീസ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. 8 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ളൊരു പോക്കറ്റാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ തയ്യലിന് വേണ്ടിയിട്ടുള്ള അളവും കൂടിയാണ്. തയ്യലിനും കൂടെ ചേർത്താണ് നമ്മളിത് ഇത്രയും അളവിലെടുക്കുന്നത്. ഈ മാർക്ക് ചെയ്ത പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പോക്കറ്റ് വെക്കാം.